അപ്പം നമ്മൾ ഇന്ന് എങ്ങോട്ടാണ് വന്നേന്നല്ലേ? ഇടുക്കി ജില്ലയിലെ പാഞ്ചാലിമേട് എന്ന് പറഞ്ഞ ഒരു അടിപൊളി സ്ഥലത്താണ് നമ്മൾ വന്നത്. ഇന്ന് ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നമ്മൾക്ക് ഇവിടെ എന്തൊക്കെ കാണാനുണ്ട്, ഇവിടെ എന്തൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ട്, പിന്നെ ഇവിടുത്തെ അട്രാക്ഷൻസ് എന്തൊക്കെയാണ്. അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ? പഞ്ചപാണ്ഡവന്മാരും പാഞ്ചാലിമേട് വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. വരുന്ന വഴിയൊക്കെ സൂപ്പറാണ്. അപ്പം നമുക്ക് കാണാൻ, തിരിച്ചു പോകുമ്പം നമുക്ക് അതിൻ്റെ വിഷ്വൽസും കൂടെ കാണാം. പാർക്കിംഗ് സ്പേസ് വളരെയധികം ഇല്ല, കാരണം ഈ സൈഡിൽ തന്നെ പാർക്ക് ചെയ്യേണ്ട ഇതാണ്. ഇവിടെ കുറേ ഷോപ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. എൻ്റെ അമ്മ ഇപ്പം തന്നെ വീട് കയറുന്നത് ഇച്ചിരി പ്രശ്നം. അപ്പുറത്തൂടെ നല്ല റോഡുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ പാഞ്ചാലിമേട്. DTPC ഇടുക്കിയുടെ കീഴിൽ വരുന്നതാണ്. അപ്പോൾ ടിക്കറ്റ്സും ഉണ്ട്. ടിക്കറ്റ് റേറ്റ്സ് വന്നിട്ട് ഇത്രയാണ്. വായിച്ചു നോക്കാം. എവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ വരുന്നത്. ടിക്കറ്റ് 2 പേർക്ക് എത്രയാ? 50. ഓക്കെ. അപ്പം എന്താണ് ഒരു ഫസ്റ്റ് വ്യൂ എന്ന് പറയുന്നത്, ഇവിടെ ഒരു കുരിശൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു മണ്ഡപം പോലത്തെ ഒരു സംഭവം ഉണ്ട്. അപ്പൊ ഇവിടെ കഫറ്റേരിയ ഒക്കെ ഉണ്ട്. ഇൻട്രസ്റ്റിംഗ് പാട്ട്. അങ്ങോട്ട് അപ്പൊ ഇവിടെ മ്യൂസിക് ഒക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങോട്ടുള്ള വ്യൂ ഉണ്ട്. സൂപ്പർ ആയിട്ടുണ്ട് അല്ലേ? നമുക്ക് ഇനി അങ്ങോട്ട് പോകാനുണ്ട്. ബാ, ചായ കുടിച്ചിട്ടുണ്ട്. ചുറ്റും ബെഞ്ചൊക്കെ ഇട്ടിട്ടുണ്ട്. ഇടിമിന്നൽ ഏൽക്കാൻ സാധ്യതയുള്ളതിനാൽ ആരും മുകൾ ഭാഗങ്ങളിൽ നിൽക്കാൻ പാടില്ല. കുറച്ച് പാടാ നടക്കാൻ. പക്ഷേ മഴയുള്ള സമയത്ത് വരാതിരിക്കാം, പ്രത്യേകിച്ച് മിന്നലുള്ള സമയം. ചിലപ്പോൾ കരിഞ്ഞു പോകും. ഇപ്പം വെയിലുണ്ടായിട്ട് കുഴപ്പമില്ല. ഇനി നമുക്ക് മേളിൽ ചെന്നിട്ട് കാണാം. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ലോങ്ങസ്റ്റ് സിപ്പ് ലൈൻ ഉള്ളത് കേട്ടോ. DTPC ഇടുക്കി പാഞ്ചാലിമേട് ടൂറിസം സെൻറ്റർ. അവിടെയാണ് ആ സെറ്റപ്പ്. നമുക്ക് അങ്ങോട്ട് പോകാം. ഇവിടെയാണ് സിപ്പ് ലൈൻ. അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തത് ഇത്രയും കവർ ചെയ്ത് ഞാൻ ഇപ്പോൾ ക്ലോസപ്പാണ് എടുക്കുന്നത്. അവിടെ പോയി ഈ ജീപ്പിലാണ് നമ്മളെ അതുകൊണ്ട് ആ സിപ്പ് ലൈൻ്റെ അവിടെ നിന്ന് നമ്മളെ തിരിച്ച് നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് അവിടെ കൊണ്ട് നമ്മളെ ഡ്രോപ്പ് ചെയ്യും. ഇതേപോലെ അവിടെ ഒരു കൽമണ്ഡപമുണ്ട്. അവിടെയും ഇതേപോലെ കസേരകളൊക്കെ ഇട്ടിട്ടുണ്ട്. ആവശ്യമായിട്ട് ഇരിക്കാം. തൊപ്പി പറന്നുപോയി. കൊള്ളാം കേട്ടോ. ചുറ്റും നല്ല അടിപൊളി മനോഹരമായിട്ട ലൊക്കേഷൻ. അങ്ങോട്ടൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നടന്ന് ഇങ്ങനെ വന്ന് കാണുന്ന ലൊക്കേഷൻ ആയിരുന്നു. അരേ വാ, സൂപ്പർ. സൂപ്പർ. പിന്നെ ഇവിടെയൊക്കെ ഇരിക്കാനായിട്ട് ഇതുപോലെ ബെഞ്ചൊക്കെ ഇട്ടിട്ടുണ്ട്. പറഞ്ഞ പോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ കൽമണ്ഡപങ്ങളൊക്കെ ഉണ്ട്. ചായ, കോഫി, അതുപോലെ സാധനങ്ങളൊക്കെ ഉണ്ട്. അല്ലാതെ ഹെവി ഫുഡ് എന്ന് പറഞ്ഞൊരു സംഭവം ഇവിടെ ഇല്ല. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു ഡ്രോബാക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ പാർക്കിങ്ങും വളരെ ലിമിറ്റഡ് ആണ്. പ്രത്യേകിച്ച് വലുതായിട്ട് വലിയ 2-4-5 വണ്ടികൾ കിടാം, അത്രേ ഉള്ളൂ. അതെ, തിരക്കുള്ള സമയങ്ങളിലാണെങ്കിൽ എങ്ങനെയാ അവർ മാനേജ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. ചേട്ടാ, ഒരു കാര്യം ശ്രദ്ധിച്ചോ? നമ്മൾ ഇതിൽ സംസാരിക്കുമ്പോൾ എന്തോ ഒരു വൈബ്രേഷൻ പോലെ തോന്നിക്കുന്നില്ലേ? അത് ഈ കൽമണ്ഡപത്തിനകത്ത് നിൽക്കുന്നതിന്റെ നമ്മൾ പറയുമ്പോൾ തന്നെ അടിപൊളിയാണ്. അത് ഈ കൽമണ്ഡപത്തിനകത്ത് നമ്മളിങ്ങനെ കംപ്ലീറ്റ് ആയി നിൽക്കുന്നതിന്റെ ഒരു ഫീലിംഗ് ഞാൻ തോന്നുന്നു. പക്ഷേ എത്രത്തോളം വീഡിയോ കേൾക്കാന്ന് അറിഞ്ഞൂടാ. പക്ഷേ അത് നല്ല രസമാണ്. നമ്മൾ പറയുമ്പോൾ വീണ്ടും അത് എക്കോ ചെയ്യുന്ന ഒരു വ്യൂ പോയിന്റ് ആണ് ബേസിക്കലി പാഞ്ചാലിമേട്. പിന്നെ ഇതിനൊരു ഐതിഹ്യമുണ്ട്, എല്ലാവർക്കും അറിയായിരിക്കും. പണ്ട് പഞ്ചപാണ്ഡവന്മാർ പാഞ്ചാലിയായിട്ട് ഇവിടെ വന്ന് കുറച്ച് നാൾ തങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. രക്ഷയില്ല കേട്ടോ, അടിപൊളി. കയറി വരുന്നു. സിപ്പ് ലൈൻ ഉണ്ട്. പിന്നെ ഇതുപോലെ കുറെ വ്യൂ പോയിന്റ്സ് ഉണ്ട്. പിന്നെ കുറെ കൽമണ്ഡപങ്ങളുണ്ട്. ഇതാണ് ബേസിക്കലി നമുക്കിവിടെ ഉള്ളത്. ആ സിപ്പ് ലൈൻ അടിപൊളിയാണ്. കൽമണ്ഡപങ്ങളിൽ ഇരിക്കാൻ നല്ലൊരു ഫീലാണ്. പക്ഷെ മൊത്തത്തിൽ കൊള്ളാം. അപ്പം നമ്മളിത് കല്ലും മുള്ളും താണ്ടിയ വഴികളിൽ കൂടെ നമുക്ക് നടക്കാം. വലിയ സ്റ്റീപ്പ് എന്ന് പറയാനില്ല. കയറാൻ ഇച്ചിരി ഈ കല്ലും ഇതൊക്കെ ആയതുകൊണ്ട് കയറാൻ ഇച്ചിരി പാടുണ്ട്. അത് കൊള്ളാം. അതൊരു ഫോട്ടോ എടുക്കാൻ പറ്റിയ ഒരു ബാക്ക്ഗ്രൗണ്ട് പോലെ ഒരു സംഭവമുണ്ട്. പിന്നെ ഇവിടെയും കുറെ ബെഞ്ചും അതുപോലത്തെ കുറെ സാധനങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇത് റൊട്ടേറ്റ് ചെയ്യാൻ കണ്ടോ? ആണോ? അടിപൊളി. അതെന്താ ഗുണമെന്നറിയാം? ഇപ്പൊ സൂര്യൻ ഏത് സൈഡിലാണോ നമുക്ക് അതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഫോട്ടോ എടുക്കാം. അത് കൊള്ളാട്ടോ. മറ്റേന്ന് പറഞ്ഞാൽ ഇപ്പൊ സൂര്യൻ ഒരു സൈഡിലാണെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടത്തില്ല. ഇങ്ങ് മേളിലെത്തിയേക്കാണ്. കുറച്ചുകൂടെ അങ്ങോട്ട് ഇറങ്ങാം കേട്ടോ. പക്ഷെ ഞാൻ ഇപ്പോൾ റിസ്ക് എടുക്കുന്നില്ല. നല്ല അടിപൊളി വ്യൂ ആണ്. ഇതാണ് ഒരു 360 വ്യൂ ആണ്. അപ്പം നമ്മൾ പറഞ്ഞ പോലെ അവിടെ ഒരു ഫോട്ടോ ഫ്രെയിം പോലത്തെ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. കൽമണ്ഡപത്ത് കുറച്ച് നേരം ഇരുന്ന് റെസ്റ്റ് ഒക്കെ എടുത്ത് നല്ല രസമുണ്ട്. ഉച്ചിയിൽ പോയി, ഉച്ചി മീൻസ് ടോപ്പ്, അത്രയും 5 മണിയോടായി കേട്ടോ. അപ്പം നമുക്ക് ഇനി ഇവിടുന്ന് വിടുവാണ്. അപ്പം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതെ, അപ്പം നമുക്കിനി പുതിയൊരു കണ്ടന്റുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ടേക്ക് കെയർ ആൻഡ് ബൈ.